നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണം, ഏതൊക്കെ അവയവങ്ങൾ ചലിക്കണം, ഏതൊക്കെ ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യണം തുടങ്ങി ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ സിസ്റ്റമാണ്. ഈ ബ്രെയിൻ സിസ്റ്റം ചില ഹോർമോണുകളെ പുറപ്പെടുവിച്ചിട്ടാണ് ഓരോ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ ഫങ്ഷൻസും നടത്തുന്നത്. എന്ന് വെച്ചാൽ ബ്രെയിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഓരോ ഹോർമോണും സെക്രീറ്റ് ചെയ്യുന്നത്. പുരുഷ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ. ഇതിൻ്റെ പ്രവർത്തനവും ബ്രെയിൻ സിസ്റ്റവുമായിട്ട് വളരെ അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്യുന്ന ഒരു പക്ഷേ നമ്മൾ അത്രയും കോൺഷ്യസ് ആയിരിക്കത്തില്ല അതിനകത്ത്. അങ്ങനെയുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു വശത്തോടെ നമ്മൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാനുള്ള കാര്യങ്ങൾ, വ്യായാമങ്ങൾ, അതുപോലെ നാച്ചുറൽ റെമഡി ഒക്കെ നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഭാഗത്തോട് നമുക്കതിന് കുറവ് വരാം എന്നുകൂടി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി സ്ലീപ്പ് ഇല്ലാതിരിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ അത് ഉറക്കമാണ്. ഉറക്ക സമയത്താണ് ശരീരം ഓരോ കോശങ്ങളും റിപ്പയർ ചെയ്ത് അതിൻ്റെ കേടുപാടുകൾ മാറ്റുന്നത്. അതുപോലെ തന്നെ ഓരോ കോശങ്ങളിലേക്ക് ഊർജ്ജം എത്തിക്കുന്ന സമയവും ഈ പറയുന്ന ക്വാളിറ്റി സ്ലീപ്പ് സമയത്താണ്. നമ്മൾ എത്ര സമയം കിടക്കുന്നു അല്ലെ എത്ര സമയം ഉറങ്ങുന്നു എന്നതല്ല, എത്ര സമയം ആഴത്തിലുള്ള ഉറക്കം കിട്ടി, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടി, അതാണ് പ്രധാനം. ഈ ക്വാളിറ്റി സ്ലീപ്പും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനം ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടത്തുന്നത് ഈ ഡീപ്പ് സ്ലീപ്പ് സമയത്താണ്. അതുപോലെ തന്നെ നമ്മുടെ എനർജി ലെവൽ വർദ്ധിച്ച് നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്നതും ഈ ക്വാളിറ്റി സ്ലീപ്പ് സമയത്താണ്. അതുപോലെ നമുക്ക് നല്ല ഉറക്കമുള്ള ദിവസം അറിയാൻ പറ്റും. എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ഉന്മേഷം വരുന്നു, എനർജി ലെവൽ കൂടുന്നു. അതുപോലെ തന്നെ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടുള്ള പെർഫോമൻസ് വർദ്ധിക്കുന്നു. ഇതൊക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ക്വാളിറ്റി സ്ലീപ്പ് ഉള്ള ദിവസം ഒരു പ്രത്യേക മൂഡാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നല്ല ഉറക്കമില്ലാത്തത് ഇതിന് കുറവ് വരുത്തുന്ന കാര്യമാണെന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തെ കാര്യം അമിതമായിട്ടുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനങ്ങളെ കുറയ്ക്കുകയും അതിൻ്റെ പ്രൊഡക്ഷനെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ ആണ് കോർട്ടിസോൾ എന്ന ഹോർമോൺ. ഇതൊരു സ്ട്രെസ് ഹോർമോണാണ്. നമ്മൾ നിരന്തരമായിട്ട് ഉത്കണ്ഠപ്പെടുന്നു അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ. ഈ സമയത്ത് കോർട്ടിസോൾ ശരീരത്തെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമിതമായിട്ടുള്ള ടെൻഷനുള്ള സമയങ്ങളിൽ ലൈംഗികതയുടെ പെർഫെക്ഷനെ അത് ബാധിക്കുന്നത്. എന്ന് വെച്ചാൽ ഹാർഡായിട്ടുള്ള ഇറക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ടൈമിംഗ് പ്രശ്നം, പ്രിമച്വർ ഇജാക്കുലേഷൻ തുടങ്ങി പല പ്രശ്നങ്ങളും ഈ കോർട്ടിസോളിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ നല്ല രീതിയിലുള്ള ലൈംഗികത വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ആങ്സൈറ്റി ഒക്കെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ മെൻ്റൽ സ്ട്രെസ്സ് എങ്ങനെ കുറയ്ക്കാം എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ കാര്യത്തിലും പുരുഷന്മാർ പൂർണ്ണമായും കോൺഷ്യസ് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത്, ഡയബറ്റിക് ആകുന്നത്. ഡയബറ്റീസ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ വളരെയേറെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണും ഈ ഷുഗറുമായിട്ട് വളരെയേറെ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ഡയബറ്റീസ് പൂർണ്ണമായും നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് വരാം. അതിനുള്ള വ്യായാമങ്ങളുണ്ട്. അതുപോലെ ആഹാര നിയന്ത്രണത്തിൽ കൂടി അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട് ടെസ്റ്റോസ്റ്ററോൺ അളവിനെ കുറയ്ക്കുന്ന നാലാമത്തെ കാര്യം ബോർഡമാണ്, ബോറിംഗ് ലൈഫ്. ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത് പ്രായം കൂടിക്കൂടി വരുന്നവരെയാണ്. പ്രത്യേകിച്ച് ഒരു എന്തൂസിയാസം ഇല്ലാത്ത അവസ്ഥ, ഫാൻറ്റസി കുറയുന്നു, പ്രത്യേകിച്ച് ഒരു കാര്യത്തിനോട് ഒരു താല്പര്യം വരുന്നില്ല, അലസത, മടി, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഫാൻറ്റസി, സെക്സ്പരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് കാണുന്നില്ല, കേൾക്കുന്നില്ല, ഒന്നുമില്ല. അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത മറ്റെന്തോ കാര്യത്തിനോട് ആണ് മനസ്സിന് കൂടുതൽ താല്പര്യം. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വല്ലാത്ത ഈ ഒരു കാര്യത്തിനകത്ത്
പ്രത്യേകിച്ചും ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊഡക്ഷൻ അവിടെ കുറയാൻ കാരണമാകും. അതേസമയം ഇടയ്ക്കൊക്കെ സെക്സ് കാര്യങ്ങൾ ഫാൻറ്റസി കാണുക, ലൈംഗികപരമായിട്ടുള്ള ചിന്തകൾ സംസാരങ്ങൾ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രവർത്തനവും കൂടുതലായിട്ട് മെച്ചപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരായിട്ടുള്ളവർ റിട്ടയർ ആയാൽ പോലും അവർ ഏതെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിൽ ഇൻവോൾവ് ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചലനങ്ങൾ, മനസ്സിൻ്റെ ചലനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അത് തന്നെയല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ താല്പര്യമില്ലാത്തവർക്ക് പെട്ടെന്ന് ഫ്രസ്ട്രേഷൻ ആകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹാപ്പി ഹോർമോണായിട്ടുള്ള എൻഡോർഫിൻ, ഡോപ്പാമൈൻ, സെറോട്ടോണിൻ, ഈ ഹോർമോണുകൾ, ഈ എല്ലാ ഹാപ്പി ഹോർമോണുകളും ടെസ്റ്റോസ്റ്ററോണിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്, ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതാണ്. എന്നാൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണെ കുറയ്ക്കുന്നതാണ്. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ പൊതുവേ ഒരു കാര്യത്തോട് താല്പര്യമില്ലാതെ ഒരു അലസമായിട്ട് വരുന്ന അവസരത്തിൽ നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ആ സമയത്ത് സെറോട്ടോണിൻ ശരീരത്തിൽ കുറച്ചാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഉൽപ്പാദനം കുറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ അത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അപ്പം നമുക്ക് താല്പര്യമുള്ള കാര്യവുമായിട്ട് ആക്റ്റീവ് ആകുക എന്നുള്ളതാണ് 4ാമത്തെ കാര്യം. അടുത്തതായി 5ാമത്തെ കാര്യം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓവർ വെയ്റ്റ് ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സർസൈസ്. എക്സർസൈസിൻ്റെ കുറവുകൊണ്ട് അതല്ലെങ്കിൽ ഈറ്റിംഗ് ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന അമിതമായ ഭാരം, ഇത് പുരുഷ ഹോർമോണിൻ്റെ അളവിനെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. ശാരീരികമായിട്ട് ചലനങ്ങളൊന്നുമില്ലാത്ത, പ്രത്യേകിച്ച് ആയാസകരമായിട്ടുള്ള ഒരു ചലനവും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്തുള്ള അതുപോലെ പെൽവിക് ഫ്ലോർ ഭാഗത്തുള്ള മസിൽസ് വീക്കാകുകയും അവിടോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറയുകയും ചെയ്യും. ഇത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുരുഷനെ ഏറ്റവും അധികം സഹായിക്കുന്നത് പെൽവിക് ഫ്ലോർ മസിൽസ് ആണ്. അതുപോലെ തന്നെ ലോവർ അബ്ഡോമൻ ഭാഗത്തുള്ള മസിൽസ്, അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഇറക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് കൂടുതലും വ്യായാമത്തിൽ കൂടിയാണ് ഒരു പുരുഷന് കിട്ടുന്നത്. അപ്പോൾ പെൽവിക് ഫ്ലോർ ഏത് രീതിയിൽ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാം, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും അമിതമായിട്ട് ഭാരം വർദ്ധിക്കുന്നത്, അതുപോലെ അടിവേറ ഭാഗത്ത് കൂടുതൽ കൊഴുപ്പടിയുന്നത് ഒക്കെ തന്നെ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തെ സാരമായിട്ട് ബാധിക്കുന്നു. ഇനിയും ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രവർത്തനത്തെ കുറയ്ക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ്, ചില രോഗത്തിൻ്റെ സൈഡ് എഫക്റ്റ്, പാരമ്പര്യം, അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ പറയാം. എനിവേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.